വ്യാജ ലോൺ ആപ്പുകൾക്ക് പൂട്ടിടാൻ ആർബിഐ പുതിയ സംവിധാനം അവതരിപ്പിക്കും. രാജ്യത്ത് വ്യാജ ലോൺ ആപ്പുകളും ഇതുവഴിയുള്ള തട്ടിപ്പുകളും വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ നടപടിയുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർബിഐ. ലോൺ ആപ്പുകളുടെ വിവരശേഖരം തയ്യാറാക്കാൻ ഒരുങ്ങുകയാണ് ആർബിഐ. ധനനയ അവലോകന യോഗത്തിനു ശേഷം സംസാരിക്കവേ ആർബിഐ ഗവർണർ ശക്തികാന്ത ദാസാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നിയന്ത്രണ സ്ഥാപനങ്ങൾ അവരുടെ ഡിജിറ്റൽ ലെൻഡിംഗ് ആപ്പുകളെക്കുറിച്ചുള്ള ഡിഎൽഎ വിവരങ്ങൾ കൈമാറേണ്ടതുണ്ട്. ഇതിലൂടെ വ്യാജ ഡിഎൽഎകളെക്കുറിച്ചുള്ള വിവരങ്ങൾ സാധാരണക്കാർക്ക് ലഭ്യമാകുമെന്നും ആർബിഐ ഗവർണർ വ്യക്തമാക്കി. യുപിഐയിൽ ഡെലിഗേറ്റഡ് പേയ്മെന്റ് സംവിധാനം അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നതായും ആർബിഐ ഗവർണർ അറിയിച്ചു. യുപിഐയിൽ നിലവിൽ ഒരു വ്യക്തിക്ക് സ്വന്തം അക്കൗണ്ടിലൂടെ മാത്രമാണ് പണമിടപാടുകൾ നടത്താൻ കഴിയുക. ഇനി മുതൽ ഒരാളുടെ അക്കൗണ്ട് മറ്റൊരാൾക്ക് കൂടി ഉപയോഗിക്കാനാകും. മുഖ്യ ഉപയോക്താവിന് പ്രൈമറി യൂസർ, മറ്റൊരു വ്യക്തിക്ക് സെക്കൻഡറി യൂസർ തന്റെ അക്കൗണ്ടിലെ പണം കൈകാര്യം ചെയ്യാൻ അവസരം ലഭിക്കുന്ന സൗകര്യമാണിത്. ഇതിന് ഒരു പരിധിയുണ്ടാകുമെന്നും ആർബിഐ ഗവർണർ അറിയിച്ചു. യുപിഐ പരിധി വർദ്ധിപ്പിച്ചു. യുപിഐ വഴി നികുതിയടയ്ക്കുന്നതിനുള്ള പരിധിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ 1 ലക്ഷം വരെയാണ് നികുതിയടയ്ക്കാനാകുന്നത്. ഇത് 5 ലക്ഷം വരെയാക്കിയാണ് ഉയർത്തിയിരിക്കുന്നത്. രാജ്യത്ത് വ്യാജ ലോൺ ആപ്പുകൾ വഴിയുള്ള തട്ടിപ്പ് വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ മാസം 22-കാരിയായ യുവതി തട്ടിപ്പിന് ഇരയായിരുന്നു. ക്രെഡിറ്റ് ക്വിക്ക് ചെക്ക് ഓ വെലോ ക്രെഡിറ്റ് എന്ന ആപ്പ് വഴിയായിരുന്നു തട്ടിപ്പ്. പണം തിരിച്ചടയ്ക്കുന്നതിനായി വലിയ രീതിയിലുള്ള ഭീഷണിയും മറ്റും നേരിട്ടതായും യുവതി പറയുന്നു.